Hi friends, Assalamu alaikum, welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ഇതിലുള്ള ലീവ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളത് ഈ ഒരു കളറ് കടായി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ആ നീഡിലെ ത്രെഡ് ഒന്ന് കോർത്തിട്ട് ഒരറ്റത്ത് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലീഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ബാക്കിയുള്ള ലീവ്സും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ താഴെ ഇതുപോലെ നീഡിൽ നിന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തും ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ത്രെഡ് അധികം ടൈറ്റ് ആവാതെ നോക്കണം കേട്ടോ. ശേഷം നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നീഡിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു മുകളിലത്തെ ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു താഴത്തെ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു 5-6 പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മളിത് 6 പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലുള്ള എല്ലാ ലൈൻസിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതിലുള്ള ഈ ലൈൻസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ടും വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.